അപ്പ പോയിട്ട് വരാം. അയ്യോ, പിടിക്കടി ജയ, പതുക്കെ. കൊഴപ്പൊന്നുമില്ല ജയ, ഒന്നും വരില്ല. ആമല്ലേ. മോളെ, നീ ബാക്കിൽ കയറി. അമ്മേ, പതുക്കെ. സാനിറ്റൈസർ. അതെ, മാസ്ക് ഒന്നും കൂടി കെട്ടിട്ട് ചായ. ഹോസ്പിറ്റലല്ലേ? നീ ഒന്ന് വേഗം വിടടാ. വേഗം വിട്ടോ. വേഗം വിടാൻ പറയടേ. അമ്മേ, മോനെ, ഇവിടെ നിർത്ത്. ഇവിടെ കാഷ്വാലിറ്റി. ആ, ഹലോ. ഹലോ ചേച്ചി, ഞാൻ രമ്യയാണ്. ഡോക്ടർ. അങ്കിളിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു. അങ്കിളിന് കൊറോണ പോസിറ്റീവ് ആണ്. അയ്യോ. വീട്ടിലെല്ലാരും സൂക്ഷിക്കണം. ഇതിന് മരുന്നില്ല, പ്രതിരോധം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നോ? ഡോക്ടറെ, കനി ട്രിവാൻഡ്രത്ത് പോയിരുന്നു. ഈ സമയത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ഇതിന്റെ തീവ്രത മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ഇതൊക്കെ നിർദ്ദേശങ്ങൾ തരുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒന്ന് മനസ്സിലാക്കണം. ടെസ്റ്റ് നേടാൻ വേണ്ടി ഷൂട്ടിന് പോയ അനീത്തിയോട് പറഞ്ഞേക്ക്. അവൾ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത് അവളുടെ അച്ഛനോടാണ്. ഇത്രയും ചെറിയ നിരസത ഒരു വലിയ അപകടത്തിലോട്ടാണ് കൊണ്ടുപോയത്. ഇനി അച്ഛൻ ചത്ത ശരീരം 100 മീറ്റർ അകലെന്ന് കാണാൻ പറ്റുമോ? കണ്ടുപഠിക്കാത്തോ കൊണ്ടേ പഠിക്കൂ. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇത് തന്നെ. ഇനിയെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിൽ നിന്ന് രോഗം ആർക്കും പടരാതിരിക്കട്ടെ. ബ്രേക്ക് ദി ചെയിൻ, സേവ് ദ മാൻകൈൻഡ്. അപ്പ പോയിട്ട് വരാം. അയ്യോ, പിടിക്കടി ജയ, പതുക്കെ. കൊഴപ്പൊന്നുമില്ല ജയ, ഒന്നും വരില്ല.
മെല്ലെ. മോളെ നീ ബാക്കിൽ കയറി. അമ്മേ പതുക്കെ. സാനിറ്റൈസ്. അതെ മാസ്ക് ഒന്നും കൂടി കെട്ടട്ടെ ചായ, ഹോസ്പിറ്റലല്ലേ. നീ ഒന്ന് വേഗം വിടടാ. മോനെ വേഗം വിട്ടോ. വേഗം വിടാൻ പറയടേ. അമ്മേ മോനെ ഇവിടെ നിർത്ത്. ഇവിടെ കാഷ്വാലിറ്റി. ആ ഹലോ. ഹലോ ചേച്ചി, ഞാൻ രമ്യയാണ്. ആ ഡോക്ടർ. അങ്കിളിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു. അങ്കിളിന് കൊറോണ പോസിറ്റീവ് ആണ്. അയ്യോ. വീട്ടിലെല്ലാരും സൂക്ഷിക്കണം. ഇതിന് മരുന്നില്ല, പ്രതിരോധം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നോ? ആ ഡോക്ടറെ, കനി ട്രിവാൻഡ്രത്ത് പോയിരുന്നു. ഈ സമയത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ഇതിന്റെ തീവ്രത മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ഇതൊക്കെ നിർദ്ദേശങ്ങൾ തരുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒന്ന് മനസ്സിലാക്കണം. ടെസ്റ്റ് നേടാൻ വേണ്ടി ഷൂട്ടിന് പോയ അനീത്തിയോട് പറഞ്ഞേക്ക്. അവൾ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത് അവളുടെ അച്ഛനോടാണ്. ഇത്രയും ചെറിയ നിരസത ഒരു വലിയ അപകടത്തിലോട്ടാണ് കൊണ്ടുപോയത്. ഇനി അച്ഛൻ ചത്ത ശരീരം 100 മീറ്റർ അകലെന്ന് കാണാൻ പറ്റുമോ? കണ്ടുപഠിക്കാത്തവൻ കൊണ്ടേ പഠിക്കൂ. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇത് തന്നെ. ഇനിയെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിൽ നിന്ന് രോഗം ആർക്കും പടരാതിരിക്കട്ടെ. ബ്രേക്ക് ദി ചെയിൻ, സേവ് ദ മാൻകൈൻഡ്.